ഓമയ്ക്കാണിത്. ഓമയ്ക്ക കൊണ്ട് ഞാനിന്ന് കുറുകുറ ഉണ്ടാക്കാനായിട്ട് ഒന്നുകൊണ്ടാണ്. പിള്ളേർക്ക് തിന്നാനായിട്ട് ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഒരു കൊച്ചു കുഞ്ഞുണ്ട് ഇവിടെ. എൻ്റെ ഈ കുഞ്ഞാണ്, എൻ്റെ കൊച്ചുമോടെ കുഞ്ഞാണ്. അവർക്ക് എപ്പോഴും കുറുകുറു വേണം. കടയിൽ പോയാൽ അതിന് കുറുകുറു വേണം. അതിന് എന്നാൽ ഈ ഓമയ്ക്ക കൊണ്ട് ഉണ്ടാക്കി ഇച്ചിരി വെക്കുവാണെങ്കിൽ അവൾ ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. കുറുകുറു ഉണ്ടാക്കാൻ തന്നെയല്ല, നമുക്ക് കറി വെക്കാനും പഴുപ്പിച്ച് തിന്നാനും പച്ച തിന്നാനും എല്ലാം നല്ല ഗുണമുള്ളൊരു ഔഷധ പച്ചക്കറിയാണിത്. പിന്നെ ഷുഗറുള്ളവർക്കാണേലും ഇത് അവരാണേലും ഇത് കൊണ്ടത് പച്ചയ്ക്ക് ചുമ്മാ കടിച്ച് തിന്നും. വയറിന് അസുഖം ഉണ്ടാകുന്നതിനൊക്കെ ഇത് നല്ലതാണ്. വയറ്റിനകത്ത് കൃമികളൊക്കെ ഉണ്ടാകുന്നതിനും അത് ഈ ഓമയ്ക്ക കറി വെച്ചോ പച്ചയ്ക്കൊക്കെ തിന്നാൽ മതി. വയറ്റിലെ കേടുകളൊക്കെ അങ്ങ് മാറിക്കോളും. ഇതിപ്പം ഞാൻ 2 ഓമയ്ക്ക പറിച്ചത് മിക്ക വീടുകളും കാണും. ഇവിടെ ഞങ്ങൾക്കില്ല ഓമയ്ക്ക, ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്നത്. ഇതിപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കറയാണ് കുത്തിക്കളയല്ല. എനിക്ക് കറ കൈ പറ്റിയ ചൊറിയും ഇത്. അതിന് കറയൊന്ന് കുത്തി കഴുകി കളയണം. കയ്യിൽ അങ്ങനെ ഒരു ശകലം മുറിവുണ്ടെങ്കിൽ പിന്നെ ചൊറിച്ചിലിൻ്റെ വേദന. അതുകൊണ്ട് ഞാനിതൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. തൊലി വെച്ചെടുക്കണം. ഇത് തൊലിയാണെങ്കിലും നമുക്ക് ശകലം ഉപ്പും മുളകും കൂടി പുരട്ടി ഇങ്ങനെ നീളത്തിലെടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി പുരട്ടി വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയിട്ട് എണ്ണയ്ക്കകത്ത് വറുത്ത് കോരിയാൽ നല്ല സ്വാദാണ്. അതിനൊക്കെ മെനക്കെടാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് എത്തി. ഇനി അതിങ്ങനെ മുറിച്ചിട്ട് നല്ല കരിമ്പച്ച ഓമയ്ക്കയാണ്. നല്ല പച്ച ഓമയ്ക്കയാണ്. ഞാനിപ്പം ചെന്ന് അടുത്ത വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. മുറിവുണ്ടേണ്ടത് കാരണം ഓമയ്ക്ക കറ കൊത്തിക്കളഞ്ഞ് കഴുകിയിട്ടും എൻ്റെ കൈക്ക് ചൊറിച്ചിലാണ്. ഓമയ്ക്കയുടെ കറ വീണു. ഇങ്ങനെ ഒന്നും കൂടി മുറിച്ചിട്ട് എനിക്ക് തടി വെച്ചാൽ അറിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒന്നും കൂടി കീറുകയാണ്. ഒന്നും കൂടി കീറിയിട്ട് കനം കുറയ്ക്കും. കനം കുറച്ചിട്ട് ഒത്തിരി നീളമായാൽ എടുക്കുക. അരിഞ്ഞ് തീർന്ന ഇപ്പം അരിഞ്ഞ് പിന്നെ ഞാൻ വെള്ളം വെച്ചായിരുന്നു തിളയ്ക്കാൻ വേണ്ടി. അതിന് ഒരു 2 കപ്പ് വെള്ളം വെച്ച് അതിനകത്തോട്ടൊരു സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കനം കുറച്ചാണ് അരിഞ്ഞേക്കുന്നത്. ഇനി അങ്ങോട്ട് കുഴഞ്ഞ് തിളച്ച് അധികം വേഗം വേണ്ട, എന്നാൽ പകുതി വേകണം. അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി. അതേപോലെ എണ്ണയെല്ലാം കൂടി കുടിക്കും. അതുകൊണ്ട് തിളച്ച് പകുതി വേവായത്. ഇനി ഇത് നമുക്ക് കോരിയേക്കാം കൊട്ടയ്ക്കകത്തോട്ട്. നമ്മുടെ ഓമയ്ക്ക വെന്ത് കോരി ഞാൻ ഇതിനോട് ചേരുവ നമുക്ക് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് 3 സ്പൂണ് പൊടിയാണ്, മൈദയാണിത്. ഇത് ദൂരത്തിലോട്ടിടുക. കൊച്ചു കപ്പ് ചായ കുടിക്കുന്ന കപ്പിന് 2.5 കപ്പ് കടലമാവാണ്. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇടുകയാണ്. ചെറുതായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് ഇട്ടപ്പോൾ മഞ്ഞൾ വേണ്ടാന്ന് പോയി. അതുകൊണ്ട് വേറെ മഞ്ഞൾപ്പൊടി ഇടുകയാണ്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. കരിമ്പൊടിയാണ് 1 സ്പൂണ്. ഗരം മസാലയാണ് 1 സ്പൂണ്. കൊടുക്കണ്ടേ ഒരു ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഉപ്പ് പാകത്തിന് ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ്.
ഇതിലേക്ക് കുടഞ്ഞിടുകയാണ്. നല്ലതുപോലെ കളറില്ല, ശകലം കളർ ചേർക്കാം. ചേർത്തതുകൊണ്ട് ലേശം കളറും കൂടി ചേർക്കുകയാണ്. ചീനിച്ചട്ടി വെച്ച് ചൂടായി അതിൻ്റെ എണ്ണ പകരുവാണ്. ചൂടായി അതിലേക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം അമ്മയ്ക്കാകൊണ്ടുള്ള കുറുകുറ് റെഡിയായി. അതുപോലെ കിലുകിലും ഞാൻ ഇത്രയും കിലുകിലിപ്പ് വരുമെന്ന്. അതുപോലെ കിലുകിലെന്ന് വന്നു അതുപോലെ മുരിഞ്ഞു. എനിക്കിപ്പം തിന്നാനായിട്ട് എൻ്റെ വായി പല്ലൊന്നുമില്ല. എന്നാലും ഒന്നോ കുഞ്ഞ് കൊച്ചുണ്ട്, അതിന് വേണ്ടി ടൈപ്പ് ഉണ്ടാക്കിയത്. കിലുകിലിപ്പാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരുടെയും പിന്തുണ എനിക്കുണ്ടായിരിക്കണം.